അഗ്നിസാക്ഷി ഭാഗം 22. പാർവതി വീണയെ ഉറ്റുനോക്കി. അവൾ പറഞ്ഞു തുടങ്ങി. എൻ്റെ ഏട്ടനും കാശിയേട്ടനും ചങ്ങാതിമാരായിരുന്നു, ഒന്നിച്ച് പഠിച്ചവർ. അതുകൊണ്ട് തന്നെ കാശിയേട്ടൻ പലതവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം. എൻ്റെ അച്ഛന് കൃഷിയായിരുന്നു. കാലാവസ്ഥ വ്യതിയാനം മൂലം കൃഷി നശിച്ചതോടെ അച്ഛൻ വലിയ കടക്കാരനായി. ഉണ്ടായിരുന്ന വീടും സ്ഥലവും പണയം വെച്ച് കടകളൊക്കെ വീട്ടി. എങ്കിലും ബാങ്കിലെ കടം ബാക്കിയായി. അച്ഛന് വയ്യാതായതോടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏട്ടൻ്റെ തലയിലായി. അതോടെ ഏട്ടൻ പഠിത്തം നിർത്തി ജോലിക്ക് പോകാൻ തുടങ്ങി. ആയിട്ടാണ് ഏട്ടൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിലൊരു ജോലിക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു വന്നത്. അത് കിട്ടിയാൽ 2-3 വർഷം കൊണ്ട് ബാങ്കിലെ കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ താല്പര്യം തോന്നി. പക്ഷേ വിസയ്ക്കും മറ്റുമായി 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷ വേണ്ടെന്ന് തോന്നി. പക്ഷേ ആധാരം പണയം വെച്ച ബാങ്കിൽ നിന്ന് ആധാരത്തിന്മേൽ 2 ലക്ഷം രൂപ കൂടി തരാമെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അങ്ങനെ ആ പണം കൊണ്ട് ഏട്ടൻ ബോംബെയിലേക്ക് വണ്ടി കയറി. പിന്നെ ഏട്ടനെക്കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ചേട്ടൻ്റെ ജീവനില്ലാത്ത ജഡവുമായി ബോംബെയിൽ നിന്ന് ഒരു ആംബുലൻസ് നാട്ടിലെത്തിയത്. വിസ തരാമെന്ന് പറഞ്ഞവർ പണവുമായി മുങ്ങി. അവരുടെ പിന്നാലെ ചെന്ന ഏട്ടൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. ജീവനില്ലാത്ത ഏട്ടനെ കണ്ട് അച്ഛനും അമ്മയും കുഴഞ്ഞു വീണു. അമ്മ 6 മാസം അതേ കിടപ്പ് കിടന്നു, പിന്നെ പോയി. അച്ഛനും വയ്യാതിരിക്കുന്ന സമയത്താണ് ബാങ്കിൽ നിന്ന് ജപ്തിയുമായി ആളുകൾ വന്നത്. പ്രായമായ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ എൻ്റെ അച്ഛൻ ആ വഴിയെടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുഴഞ്ഞു വീണു. എനിക്ക് ഈ ഭൂമി സ്വന്തം എന്ന് പറയാൻ എൻ്റെ അച്ഛൻ്റെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി ഹോസ്പിറ്റലിൽ എത്തിച്ചു. മരുന്നുകളുടെ ഒരു വലിയ ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് അത് വാങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായി. അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആരും സഹായിച്ചില്ല. ആകെ തകർന്ന് ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോഴാണ് കാശിയേട്ടൻ അവിടേക്ക് വന്നത്. അവളുടെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. മണി 8 കഴിഞ്ഞു. എല്ലായിടത്തും ഇരുട്ട് മൂടിക്കഴിഞ്ഞു. സന്തോഷത്തോടെ ബൈക്ക് ഓടിച്ചു കൊണ്ട് വരികയായിരുന്നു കാശിനാഥൻ. പൊതുവെ ആൾവാസം കുറഞ്ഞ വിജനമായ പ്രദേശമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതുവഴി രാത്രി യാത്രക്കാർ കുറവാണ്. വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ് പെട്ടെന്നൊരു പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ തൂണും ചാരിയിരിക്കുന്നത് കണ്ടത്. അവനൊന്ന് സംശയിച്ചു. ആരാ ഈ നേരത്തെ ഇവിടെ ഇരിക്കാൻ? ഇനി ബസ്സൊന്നും ഇതുവഴി വരാനില്ലല്ലോ. അവൻ വണ്ടി ഓരത്ത് നിർത്തി ഇറങ്ങി അവളുടെ അരികിലേക്ക് ചെന്നു. ഏയ് ഹലോ. അവൻ്റെ വിളികിട്ട് അവൻ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. വീണയല്ലേ? വിനോദിൻ്റെ അനുജത്തി? പെട്ടെന്ന് ചേട്ടൻ്റെ പേര് കേട്ടതും അവൾ അമ്പരന്ന് പോയി. അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നെ മനസ്സിലായോ? ഞാൻ കാശിനാഥൻ. വിനോദ് ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുപാട് തവണ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വിനോദ് മരിച്ചതറിഞ്ഞ് ഞാൻ വന്നിരുന്നു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മയുണ്ട്. തളർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. അല്ല, വീണ ഒറ്റയ്ക്കുള്ളൂ? എവിടെ പോയത് ഈ സമയത്ത്? അത് അവൾ എന്ത് പറയണേ എന്നറിയാതെ നിന്നു. ഈ ഏരിയ അത്ര ശരിയല്ല. ഇവിടെ താനിങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട. വാ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. അങ്ങനെ കയറിച്ചാലേ എനിക്കിപ്പോൾ ഒരു വീടില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാശ് മനസ്സിലാവാതെ അവളെ നോക്കി. ലോണെടുത്ത കാശ് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകാർ വീട് ജപ്തി ചെയ്തു. അതുകൊണ്ട് അച്ഛൻ കുഴഞ്ഞു വീണു. അച്ഛനിപ്പോൾ ആശുപത്രിയിലാണ്. മരുന്ന് വാങ്ങാൻ കാശ് വേണം. ഒരുപാട് പേരോട് ചോദിച്ചു നോക്കി, ആരും സഹായിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ. അത്രയും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. ഈ വീണ, കരയാതെ. താൻ വിഷമിക്കണ്ട. മരുന്നൊക്കെ ഞാൻ വാങ്ങിത്തരാം. താൻ ആദ്യം വണ്ടിയിൽ കയറി. ഈ സ്ഥലം അത്ര ശരിയല്ല, അവൻ പറഞ്ഞു. അതോടെ അവൾക്കല്പം ആശ്വാസമായി. അവൾ അവനോടൊപ്പം ചെന്ന് വണ്ടിയിൽ കയറി. വിജനമായ ഒരു സ്ഥലത്തെത്തിയതും പെട്ടെന്നൊരു ജീപ്പ് വന്ന് വണ്ടിയിലിടിച്ചതും ബൈക്ക് മറിഞ്ഞ് ഇരുവരും താഴേക്ക് വീണു. ഒരു നിമിഷം രണ്ടാളും ഒന്ന് ഭയന്നു. കാശി വേഗം എഴുന്നേറ്റ് വീണയുടെ അരികിലേക്ക് ചെന്നു. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വീണ, എന്തെങ്കിലും പറ്റിയോ?
അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ല, കൈക്ക് ചെറുതായി വരുന്നു പോറി. അവൻ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ദേഷ്യത്തോട് തിരിഞ്ഞു നോക്കി. ഏതവനാടാ അത്? നിനക്കൊന്നും മുഖത്ത് കണ്ണില്ലേ? അവൻ ദേഷ്യത്തോടെ ജീപ്പിലേക്ക് നോക്കി ചീറി. പെട്ടെന്ന് ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞതും കാശി കൈ കൊണ്ട് വെളിച്ചം മറച്ച് മുഖം തിരിച്ചു. പിന്നെ തിരിഞ്ഞു നോക്കി. ആ വെളിച്ചത്തിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളെ കണ്ട് അവൻ ഞെട്ടി. വിശ്വൻ! അവൻ പതിയെ പറഞ്ഞു. വീണ കാര്യം മനസ്സിലാവാതെ രണ്ടാളെയും മാറി മാറി നോക്കി. തുടരും.